ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് സന്ദീപ്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു മല കണ്ടോ നിങ്ങൾ? ആ മലയുടെ മുകളിൽ 2 ടവറുണ്ട്. ആ ടവറിൻ്റെ അപ്പുറമായിട്ട് ചെറിയൊരു കുരിശൊക്കെ ഉണ്ട്. ആ കുരിശിൻ്റെ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം പോകാനുണ്ട്. വണ്ടി അങ്ങോട്ട് ചെല്ലില്ല. നമ്മൾ കുറച്ച് ദൂരം വണ്ടി ചെല്ലുള്ളൂ. അവിടെ നിന്ന് ബാക്കി നമ്മൾ നടന്ന് കയറണം. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. അപ്പോൾ എൻ്റെ കാർ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോവില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം, കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് മണിയന്തരമുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ റോഡിൽ വന്നു കഴിയുമ്പോൾ വാഴക്കുളമൊക്കെ കഴിഞ്ഞ് കദളിക്കാട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും. ആ കദളിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് കയറി പോകേണ്ടത്. അതായത് കദളിക്കാടിന് മടക്കത്താനത്തിന് മുന്നേ ആയിട്ടൊരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് മുകളിലോട്ട് കയറി പോകണം. നമ്മളിത് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പോൾ എത്താറായി. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറി പോകും. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ആർച്ചൊക്കെ കാണാൻ പറ്റും. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മലയിലേക്ക് പോകുന്ന വഴിക്കൊരു ചെറിയൊരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഒരു ബോർഡാണ്, ആ ഒരു ആർച്ചാണ് അവിടെ നമ്മൾ താഴെ കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ താഴെ എത്തിയിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് നല്ല രീതിക്ക് ഇനി ഓടിച്ച് പോകാനുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ മുകളിലേക്ക്. വഴിയും അത്ര നല്ലതൊന്നുമില്ല. ടാറിട്ട വഴിയാണ്, പക്ഷേ എന്നാലും ചെറിയൊന്നുമല്ല, നല്ല രീതിക്ക് കട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ സ്ഥാനം ഞാൻ മാറി. എൻ്റെ കസിനാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ പുള്ളിക്ക് വണ്ടി പയ്യെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയാണ് എപ്പോഴും എൻ്റെ വീഡിയോ എടുക്കാറുള്ളത്. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ്. സാധാരണ ഞാൻ ഗോപ്രോയിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഗോപ്രോ ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ കൊണ്ടൊന്നുമില്ല. അപ്പം അത് ഫുൾ കിറ്റായിരുന്നു, പക്ഷേ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഫോൺ കൈ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മളിതേ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ താഴെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് മുകളിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ, കുറച്ച് ദൂരം പോകുന്ന കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു പാറയാണ് ഇവിടെ. ഈ പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം നമുക്ക് തൊടുപുഴ ടൗൺ അവിടെ കാണാൻ പറ്റും. ടൗണിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ആ മലയുടെ ഏറ്റവും ടോപ്പിൽ കയറണം. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. ആ കാണുന്ന ആ മലനിരകളൊക്കെ എനിക്ക് തോന്നുന്ന വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ ഭാഗം തോന്നും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വ്യൂ, നല്ല കാറ്റും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, ഈ സ്ഥലം 2-3 സിനിമകൾ, മലയാളം മൂവികളിലൊക്കെ വന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. എൽസം എന്ന ആൺകുട്ടി, അതുപോലെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അങ്ങനെയുള്ള മൂവികളിലൊക്കെ ഈ പ്ലേസിൽ ഒത്തിരി പാട്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പോകാൻ പോണ മലയാണ് ഇതേ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് 2 ടവറോടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും അങ്ങേയറ്റത്ത് ചെറുതായിട്ട് കാണുന്ന ടവറിൻ്റെ അപ്പുറമാണ് കുരിശ് വരുന്നത്. ഇനി അത്രയും ദൂരം നമുക്ക് ചെല്ലണം. അതുപോലെ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂവും, അതുപോലെ ഈ പാറയുടെ മുകളിൽ കൂടെ ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ. അതുപോലെ ഞാൻ പറഞ്ഞ മറ്റേ മലയാള സിനിമയിലെ പാട്ട് സീൻ എന്ന് പറഞ്ഞത് ഈ എവിടെ വെച്ചിട്ടായിരുന്നു. നമ്മുടെ കുഞ്ചാക്കോവനും ബാലകൃഷ്ണനൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്തായാലും എൽസം എന്ന ആൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ ആ പാട്ട് സീൻ്റെ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മലയിലേക്ക് കയറാനുള്ള വഴിയിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. ആ ബോർഡ് എന്താണെന്ന് വായിച്ചു നോക്കട്ടെ. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് 5-6 വാർഡുകൾ ഉൾപ്പെടുന്ന മണിയന്തരം പ്രദേശത്തെ വിനോദസഞ്ചാര സന്ദർശനം വൈകിട്ട് 6 മണിക്ക് ശേഷം നിരോധിച്ചിരിക്കുന്നു. സെക്രട്ടറി, മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത്. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ മലയുടെ മുകളിലേക്ക് ആരെയും പുറത്തുനിന്നുള്ളവരെ കയറ്റി വിടില്ല എന്നാണ് എഴുതി വെച്ചേക്കണേ. പക്ഷേ നമ്മൾ 6 മണിക്ക് മുമ്പ് കയറും. ഇറങ്ങി വരുന്നത് എന്തായാലും 6 മണി 6:30. നമ്മൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ആൾക്കാർ നമ്മളെ കയറ്റി വിടാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങി പോരേണ്ടി വരും. എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ താഴെ നിന്ന് വണ്ടി ഓടിച്ച് പിന്നെയും മുകളിലോട്ട് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നൊരു വേറൊരു വ്യൂ ആണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഞാൻ താഴെ നിന്ന് പറഞ്ഞ മറ്റേ തൊടുപുഴ ടൗണിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. ഫുൾ ഇരുട്ടായി കഴിയുമ്പോൾ ടൗണിൽ ലൈറ്റ് ഇടണ ഇവിടുന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും.
എന്ത് വ്യൂ അല്ലേ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ പച്ചപ്പിനിടയ്ക്ക് ഈ കാണുന്ന ചുവന്ന പൂക്കളും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന മലനിരകളൊക്കെ എനിക്ക് തോന്നുന്നു അതെല്ലാം ഒരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കാണുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ പാറ എന്ന് പറയണേ ക്യാമ്പിങ്ങിന് പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ്. പക്ഷേ നമുക്ക് ഈ നൈറ്റ് 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് അലൗഡ് അല്ലാത്ത കാരണം ഡേ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം പറ്റുന്നൊരു സ്ഥലം കൂടിയാണിത്. നമുക്ക് വണ്ടിയൊക്കെ അവിടെ കൊണ്ടിട്ട് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇനി മുകളിലോട്ട് കയറണം. സമയം ലേറ്റായി തുടങ്ങി. എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിൽ ചെന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് നോക്കണം. ചെറിയ രീതിക്ക് മഴക്കാറുണ്ട്, എന്നാലും കാണാൻ പറ്റുമെന്ന് നമുക്ക് പോയി നോക്കാം. ഇതുപോലെ പാറപ്പുറത്തോടെ കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണേ. പക്ഷേ എന്നാലും നമുക്ക് കാറൊക്കെ കയറി പോകണം, കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡ് വണ്ടി വേണത് 4x4 വേണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന വഴി തന്നെയാണ്. മഴയെന്ന് ഈ മല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മലയുടെ മുകളിൽ ആൾത്താമസമൊക്കെ ഉള്ളതാണെന്നല്ലേ. പക്ഷെ നല്ല രീതിക്ക് ഒത്തിരി ആൾത്താമസമുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മലയുടെ ടോപ്പിലെത്താറായി. നമുക്ക് വണ്ടി ഇനി മുകളിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് നടന്നു പോകണം. നമ്മുടെ വഴി ഇപ്പോൾ തന്നെ ഇവിടെ തീരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെ കയറി ഇവിടെ മുകളിലെത്തി. മുകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ടോപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ കാറായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളിത് മുകളിലോട്ട് കയറി പോകണം. റൈറ്റ് സൈഡിൽ വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ താഴെ നിന്ന് നോക്കും പോലെ ഒരു വലിയ മലയൊന്നുമല്ല, അത് ഫോറസ്റ്റ് ഒന്നുമല്ല. നമുക്കിനി മുകളിലോട്ട് പയ്യെ കയറി പോകാം. നമുക്ക് ഈ മുകളിലോട്ട് കാറ് എല്ലാവരും കയറ്റാണ്ടിരിക്കുകയാണ് നല്ലത്. പക്ഷേ കോൺക്രീറ്റ് ആണ്, പക്ഷേ എന്നാലും ആരും കയറ്റാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം മുകളിൽ പോയി നമുക്ക് തിരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അതുപോലെ തന്നെ 4x4 വണ്ടികളൊക്കെ ആണെങ്കിൽ മുകളിൽ കയറി ചെല്ലും. അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുകളിൽ നടന്ന് കയറാം മഴയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നടന്ന് ഏകദേശം പകുതിയായി. നല്ല രീതിക്ക് കറക്കണമുണ്ട്. ഞാൻ പറഞ്ഞ റോഡ് ഇതാണ്. ഇതുപോലെ കല്ല് കിടക്കണം റോഡിൽ. 4x4 വണ്ടികളാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോവുള്ളൂ. അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം, 11 വിടാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ കുരിശിൻ്റെ അങ്ങോട്ട് എല്ലാ വർഷവും ദുഃഖവെള്ളി ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുകളിലൊരു ചെറിയ ചാപ്പലൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വഴി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം വഴി തീരണ സ്ഥലത്തെത്തി. ഇതേ കാണുന്ന ആ സ്റ്റെപ്പ്, അവിടെ ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഈ വരുന്ന ഈ ഓഫ് റോഡ് വഴി ഇവിടെ തീരുവാണ്. ഏറ്റവും ടോപ്പിലേക്ക് വണ്ടിയും പോകില്ല, ബൈക്കൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ കയറി വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കാണും. ഇവിടെ ഈ കാണുന്ന പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ താഴെ നിന്ന് കണ്ട ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടവറില്ല, ആ ടവറിലേക്കുള്ള ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ കാണുന്ന പോസ്റ്റ്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോരുത്. ഈ സ്റ്റെപ്പ് നേരെ ഈ ടവറിലേക്കുള്ള വഴിയാണ്. നമുക്കിനി പോകേണ്ടത് ഈ കാണുന്ന കല്ലിൻ്റെ മുകളിലൊക്കെ ചവിട്ടി ആണ് മുകളിലോട്ട് പോകേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റ് പോലെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. നമ്മളീ കാണുന്ന ഓരോ കല്ലും എല്ലാം ചവിട്ടി വേണം മുകളിലോട്ട് കയറാനായിട്ട്. അത്യാവശ്യം സ്ലിപ്പറിയാണ്, സൂക്ഷിച്ച് കയറണം മുകളിലേക്ക്. ഈ ക്യാമറ ഈ മൊബൈലായിരുന്നു എൻ്റെ ഒരു ഗിംബലില്ലാത്ത തന്നെ ഇങ്ങനെ കൈ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോഴത്തെ ബോർഡ് ദൈവം മറിഞ്ഞെടുക്കുക. ഇതിപ്പോൾ 13-ാം ഇടമായി. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് ഈ കല്ലേലൊക്കെ ചവിട്ടി കയറിപ്പോണം. അത്യാവശ്യം നല്ല രീതിക്ക് കഥയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, താഴെ നിന്ന് നല്ല രീതിക്ക് നടന്ന് കയറാനുണ്ട് മുകളിലേക്ക്. ഇനി 4x4 വണ്ടികൾ നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ പോലും ബെറ്റർ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാണ്ടിരിക്കുകയാണ് നല്ലത്. ഇവിടെ വന്നാലും തിരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും.
അങ്ങനെ ഫൈനലി നമ്മളിതേ 14 അവിടെ എത്തി. നമ്മളെ ഈ ബോർഡുകൾ താഴെ മുതലുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു കുരിശ് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തെത്തിയെന്ന് പോകണം. നല്ല രീതിക്ക് കഥയ്ക്കുന്നുണ്ട്. ഇതുപോലൊരു മല കയറിയിട്ട് ഒത്തിരി നാളായി. അത്യാവശ്യം നല്ലൊരു കുരിശോട്ടേക്ക് കാണുന്നത്. ഈ കുരിശ് നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റില്ല. താഴെ മെയിൻ ഹൈവേയിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കുരിശുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് കുറച്ചുകൂടെ പോകണം. ഞാൻ താഴെയെന്ന് പറഞ്ഞ ചാപ്പലായി കാണുന്നത്. ഇതൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി ബിൽഡ് ചെയ്താന്ന് തോന്നുന്നു. എന്തായാലും ഭാഗ്യം, മഴ പെയ്താലും കയറി ഇങ്ങനെ സ്ഥലമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ ഇവിടെ ആൾക്കാർ വരാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടേക്കുവാണ് ഈ സ്ഥലം. അങ്ങനെ നമ്മൾ ഈ താഴേന്ന് മുതൽ നമ്മുടെ ആ നടത്തം ഫൈനലി നമ്മുടെ ആ വലിയ കുരിശിൻ്റെ ഇവിടെ എത്തി. ഈ കാണുന്ന ഈ കുരിശാണ് നമ്മുടെ അത്യാവശ്യം തൊടുപുഴയും മൂവാറ്റുപുഴയും എല്ലായിടത്തും നിൽക്കുമ്പോൾ നല്ല ഹൈറ്റിൽ മലയുടെ മുകളിൽ കാണാൻ പറ്റുന്ന ഈ കുരിശാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സോളാർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ താഴെ ചെറിയൊരു നേർച്ചക്കുറ്റിയും അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ളൊരു ചെറിയൊരു പ്ലേസൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒറിജിനൽ പാറയൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഈ കുരിശ് വയ്ക്കാൻ വേണ്ടി അതിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഈ സ്ഥലത്ത് തന്നെ ലോക്കലി ഉള്ളൊരു ചേട്ടൻ കൂടെ ഉണ്ട്. ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. അതുപോലെ ആ ചേട്ടൻ പറഞ്ഞത് ഈ കുരിശ് ഇൻഡാലിയം എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുരിശിൽ നോക്കി കുത്തി വരച്ച് ഓരോന്ന് എഴുതി വെച്ചിരിക്കണം. എന്തിനല്ല നമ്മുടെ ഈ ഓരോ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കുത്തി വരച്ച് വൃത്തിയേടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ഓരോ സ്ഥലങ്ങളും ഇതുപോലെ പേന കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കല്ലുകളൊക്കെ വെച്ച് എഴുതി വൃത്തിയേടാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് താഴേക്ക് ഇനി ഇറങ്ങി പോകണം. നല്ല ആ വ്യൂ കാണണമെങ്കിൽ നമുക്ക് ഇതിൽ നേരെ താഴോട്ട് ഇറങ്ങി പോകാം. ഇതവിടെ നമ്മുടെ കൂടെയുള്ള നാരായണ നമ്മുടെ ഫ്രണ്ടിൽ പോകണം. നമുക്ക് വഴി കാണിച്ച് തരാനായിട്ട്. അതുപോലെ ഈ കല്ലേ കൂടെ ചാടിച്ച് വേണം ഇറങ്ങാനായിട്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്. അതുപോലെ നമ്മുടെ അങ്ങ് ദൂരെ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ചെറിയ വെട്ടമൊക്കെ കണ്ടു തുടങ്ങി. വാവ്, എന്ത് വ്യൂ അല്ലേ ഇവിടുന്ന്. മൈ ഗോഡ്. എൻ്റെ മോനെ, എന്താ വ്യൂ ഇടുന്നു. എൻ്റെ പൊന്നോ, നമ്മളിത് അത്യാവശ്യം ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മളിവിടുന്ന്. ഈ താഴേക്ക് നോക്കിയാണ് എന്താ ആഴാണ് അവിടെ. ഓ, ഇവിടുന്ന് ചുറ്റും നോക്കുമ്പോൾ എന്താ ഭംഗിയില്ല. അങ്ങനെ നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാറുള്ള കാരണം നമുക്ക് ആ ലൈറ്റ് ശരിക്കും ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല കാറ്റും. ഇത്രയും ഭംഗിയുള്ള സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മൾ ഈ മലയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഈ ഒരു വ്യൂ പോയിന്റിൽ ആദ്യമായിട്ട് വരുന്നതാണ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഈ മണിയന്തരം മല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. 6 മണിക്ക് ശേഷം ഈ മലയിൽ വരുന്ന ആരും ഇവിടെ ഉള്ളവർ ഈ മലയുടെ മുകളിലേക്ക് കയറ്റി വിടില്ല. അത് പഞ്ചായത്തിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ ചെക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. എന്തൊരു ഭംഗിയല്ലേ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ ഈ മണിയന്തരം മല എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്. ഫസ്റ്റ് പീക്ക് മലയാറ്റൂർ മലയും സെക്കൻഡ് വരുന്നത് ഈ മണിയന്തരം കൂടിയാണ്. ഇതേ നമ്മുടെ അങ്ങ് നേരെ കാണുന്നതാണ് വാഴക്കുളം ടൗൺ. അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കുന്നെങ്കിൽ മൂവാറ്റുപുഴ കാണാൻ പറ്റും. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, അത്യാവശ്യം ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്.
അതുപോലെ തന്നെ അങ്ങ് ആ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലാഹി എഞ്ചിനീയറിംഗ് കോളേജ് കാണാം. അതുപോലെ തൊടുപുഴ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. തൊടുപുഴയുടെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. അങ്ങ് അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പാറമടയും ഈ ചുറ്റും മൊത്തം പാറമടയൊക്കെ കേട്ടോ. തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളും നല്ല കാറ്റും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആർക്ക് വേണമെങ്കിലും ഈ സ്ഥലത്ത് വന്ന് ഈ കാഴ്ച കാണാവുന്നതാണ്. വരുന്നവർ ശ്രദ്ധിക്കുക, രാവിലെ 6 മണിക്ക് ശേഷവും വൈകിട്ട് 6 മണിക്ക് മുന്നേ ഇവിടെ വന്നിട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാണ്ടിരിക്കുക. കാരണം ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാനുള്ള വേസ്റ്റ് ബിന്നോ അങ്ങനെയൊന്നുമില്ല ഇവിടെ. പിന്നെ ആൾക്കാർ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യില്ല. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവുകയാണ്. 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് പെർമിഷൻ ഉണ്ടായിരുന്നതാണ് നേരത്തെ. അതിനുശേഷം ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 മണിക്ക് ശേഷം വരുന്നവരെല്ലാം മദ്യപിച്ച് ഇവിടെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ കംപ്ലയിൻറ്റ് ചെയ്ത കാരണമാണ് ഈ 6 മണിക്ക് ശേഷം ഇങ്ങോട്ടുള്ള എൻട്രി അവർ നിർത്തിവെച്ചത്. അതുപോലെ പോലീസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്, ഇങ്ങോട്ട് 6 മണിക്ക് ശേഷം ആരും കയറ്റി വിടരുത്. ആരെങ്കിലും 6 മണിക്ക് ശേഷം വന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വരും, കേസെടുക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് നേരത്തെ തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ മണിയന്ത്രന്മാരുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ സൂര്യാസ്തമയവും ഈ പ്രകൃതി ഭംഗിയും ഈ കാറ്റെല്ലാം ആസ്വദിച്ച് ഞങ്ങളിതേ മല ഇറങ്ങാൻ പോവുകയാണ്. ലൈറ്റ് പോയി തുടങ്ങി. അത്യാവശ്യം പാമ്പ് ശല്യമൊക്കെ ഉള്ള സ്ഥലം കൂടിയാണത്. അപ്പം നമുക്ക് നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ നമ്മുടെ മീശപ്പുലിമല അല്ലെങ്കിൽ കൊളുക്കുമല പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്ന മഞ്ഞ് പുറച്ച് നിൽക്കുന്നൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നേരത്തെ വെളുപ്പിന് വന്നിട്ട് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതായിരിക്കും. ബൈ.